ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ കെൽപ്പുള്ള സർക്കാരാണ്. കഴിഞ്ഞ ഇതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2500 രൂപ പെൻഷൻ നൽകുമെന്ന് ഇവിടുത്തെ LDF സർക്കാർ കയറുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കാശോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു 400 രൂപ കൂട്ടാൻ. 2000 രൂപയെ നിങ്ങൾ പെൻഷൻ കൂട്ടിയിട്ടുള്ളൂ. ഇപ്പോഴും നിങ്ങൾ പറയുന്നു 2500 പെൻഷൻ ആക്കുന്നു. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം, പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? എല്ലാ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ വാക്കുമാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരല്ലേ 10 വർഷമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഇന്നു കാണുന്ന 2000 രൂപയായി വർദ്ധിപ്പിച്ചത് ആരാണ്? 980-ൽ സഖാ VK നായരുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് 45 രൂപ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത്. അന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ സമീപനം അങ്ങനെ കൊടുത്താൽ അത് ദുർബലമാണ്, ഖജനാവിന് നഷ്ടമാണ് എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. നമ്മളിത് 2500 അല്ല 3000 കൊടുക്കണമെന്ന് താല്പര്യമുള്ള സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. എന്താണ് തടസ്സം? അതിനുള്ള തടസ്സം ഒന്ന് മാത്രമാണ്, കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ 18 മാസത്തിന്റെ കാര്യം സ്വരാജ് നിയമസഭയിൽ ചോദ്യത്തിന് തോമസ് ഐസക് കൊടുത്ത മറുപടിയിൽ 3 മാസം മാത്രമേ പെൻഷൻ പെൻഡിംഗ് ആയിട്ടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ 18 മാസം എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഈ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തീരുമാനം ഒന്ന് മാറ്റണം. അഭിലാഷ് നേതൃത്വം കൊടുത്ത ഒരു ചർച്ചയിൽ അരുൺകുമാർ ഈ 18 മാസത്തെ കുറിച്ച് പറഞ്ഞപ്പോ അഭിലാഷ് തന്നെ അത് കൗണ്ടർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി UDF പ്രചരിപ്പിക്കുന്ന ഒരു ക്യാപ്സ്യൂളാണിത്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി അതാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യം നടപ്പാക്കാൻ തീരുമാനിച്ച കാര്യം നടപ്പാക്കാൻ കേൾപ്പുള്ള പ്രസ്ഥാനമാണ്, അത് നടപ്പാക്കിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ. ഒരൊറ്റ തള്ളലുണ്ട്, ഇത് ജോയിന്റ് ആയിപ്പോയി. നന്നായിട്ട് തള്ളലാ. ഞാൻ കുടിശ്ശിക 28 ഉണ്ടായിരുന്നില്ല, കേവലം 4 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ താൽക്കാലിക തടസ്സമാണ് എന്ന് ഇടതുപക്ഷത്തിന്റെ MLAക്ക് തോമസ് ഐസക് കൊടുത്ത മറുപടിയാണ്. CPM-നോട് ചോദ്യം, നിങ്ങൾക്ക് എന്ത് വികസനത്തിന്റെ പേരിലാണ് കാഞ്ഞങ്ങാടുത്തെ ജനത വോട്ട് ചെയ്യേണ്ടത്? എന്നെ തേച്ചതാണല്ലേ? കാരണം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എന്ത് വലിയ പദ്ധതിയാണ് നിങ്ങൾ കാഞ്ഞങ്ങാട് കൊണ്ടുവന്നിട്ടുള്ളത്? എന്താ ഉറക്കം വരുന്നു? അല്ലേ കൊണ്ടുവന്ന മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കാഞ്ഞങ്ങാട് വ്യവസായ പാർക്ക്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയണമെങ്കിൽ LDF-ന്റെ പ്രതിനിധിക്ക് എൻ്റെ കൂടെ വരാം. അതിവിടെ കാട് പിടിച്ച് 9 കോടി മുടക്കി പണിത മതിൽ മാത്രമായി അവശേഷിക്കുകയാണ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി, ആരും കണ്ടില്ല. വാ